നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരുടെ ഇഷ്ടഭക്ഷണമാണ് ചിക്കൻ. നല്ല ചിക്കനെങ്കിൽ ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രോട്ടീന്റെ നല്ലൊരു ഉറവിടമാണ്. എന്നാൽ ഇന്ന് വിപണിയിൽ ലഭിക്കുന്നത് നാടൻ കോഴിയല്ല, ബ്രോയിലർ ചിക്കനാണ്. വളർത്തിയെടുക്കുന്ന ചിക്കൻ സാധാരണ രീതിയിലല്ല, പെട്ടെന്ന് വളർച്ചയെത്താൻ ഹോർമോണുകളും ആന്റിബയോട്ടിക്കുകളും നൽകി വളർത്തുന്നവ. ഇത്തരം കോഴികളുടെ ഇറച്ചി കഴിക്കുന്നത് വഴി ആരോഗ്യത്തിന് പകരം മരണത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നവയാണ് ഇത്തരം ചിക്കൻ. കൂട്ടമായി വളർത്തുന്ന ഇത്തരം കോഴികളിൽ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനെക്കുറിച്ചറിയാതെ അസുഖം ബാധിച്ച് ചത്ത കോഴിയുടെ ഇറച്ചിയാണ് നാം കഴിക്കുന്നതെങ്കിൽ അസുഖങ്ങൾ വരാൻ സാധ്യത ഏറെയാണ്. ഇവയിൽ കുത്തിവെക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഇവ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും എത്തുന്നു. ഇവ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും വഴിയൊരുക്കും. സ്ത്രീകളിൽ സ്തനാർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഇത്തരം ബ്രോയിലർ കോഴികളുടെ ഇറച്ചി കാരണമാകുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമോണുകൾ കുത്തിവെച്ച് വളർത്തുന്നതിനാൽ ഇത്തരം ഹോർമോണുകൾ ശരീരത്തിലെത്തുമ്പോൾ പല പ്രശ്നങ്ങളുമുണ്ടാകും. ഈസ്ട്രജൻ ഹോർമോണാണ് മിക്കവാറും കോഴികളിൽ കുത്തിവെക്കാറ്. ഈ ഹോർമോൺ സ്ത്രീകളിൽ ആർത്തവം പെട്ടെന്നുണ്ടാക്കുവാനും പോളിസിസ്റ്റിക് ഓവറി പോലുള്ള രോഗങ്ങൾക്കും പുരുഷന്മാരിൽ സ്ത്രീ ലക്ഷണങ്ങൾ കാണപ്പെടാനും കാരണമാകും. ബ്രോയിലർ ചിക്കൻ കൂടുതൽ കഴിക്കുന്ന പുരുഷന്മാരിൽ രോമ വളർച്ച കുറയുക, സ്തന വളർച്ച തുടങ്ങിയ ലക്ഷണങ്ങൾ പതിവാണ്. ബ്രോയിലർ കോഴിയിറച്ചി ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ കാർസിനോജനിക് അഥവാ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ വർദ്ധിക്കും. കൊഴുപ്പിന്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ബ്രോയിലർ കോഴികൾ കൊളസ്ട്രോൾ സാധ്യത വർദ്ധിപ്പിക്കും. 67% ബ്രോയിലർ കോഴികളിലും ഈക്കോളി ബാക്ടീരിയ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് മനുഷ്യരിലെത്തുന്നത് വയർ സംബന്ധമായ പല രോഗങ്ങൾക്കും കാരണമാകും. പാകം ചെയ്യാത്ത ഇറച്ചി മറ്റു പച്ചക്കറികളുടെ കൂടെയോ ഭക്ഷണ വസ്തുക്കളുടെ കൂടെയോ ഒപ്പം സൂക്ഷിക്കരുത്. ഇതെടുക്കുന്ന പ്ലേറ്റുകളും കത്തിയുമെല്ലാം നല്ലപോലെ കഴുകുകയും വേണം. ബ്രോയിലർ ചിക്കൻ അമിതമായി കഴിക്കുന്നത് അപകടകരമാണെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾക്കും ഈ വിഷയത്തോട് പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.